എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളുടെ ലാസ്റ്റ് വീഡിയോ, അതായത് ഷോർട്സിൽ നമ്മൾ കോംപ്ലിമെന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? കോംപ്ലിമെന്റ്സ്, അതായത് പല സന്ദർഭങ്ങളിലും നമുക്ക് കിട്ടുന്ന ഓരോ കോംപ്ലിമെന്റും നമ്മൾക്ക് വളരെയധികം നമ്മളെ എന്താ പറയുക ഹാപ്പി ആക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മൾ സ്ട്രേഞ്ചേഴ്സിനോടും ഒരു കോംപ്ലിമെന്റ് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ വഴിയെ പോകുന്ന സ്ട്രേഞ്ചേഴ്സിനോട് എന്താ പറയുക, കോംപ്ലിമെന്റ് പറയുക എന്നുള്ളതല്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അടുത്ത വീഡിയോയിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ മോളുടെ, അതായത് ചിന്നുവിൻ്റെ ഒരു ഫ്രണ്ട്, അതായത് സൗരജ് എന്നാണ് കുട്ടിയുടെ പേര്. അവരുടെ റിസപ്ഷനാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെന്ന് തിരക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ചെന്ന് പരിചയപ്പെടുന്ന സമയത്ത് ആ കുട്ടിയുടെ കണ്ണ് കുറച്ച് പൂച്ചക്കണ്ണാണ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എനിക്കാണെങ്കിൽ പൂച്ചക്കണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ കണ്ടു കഴിഞ്ഞാൽ അത് പറയാൻ എനിക്കൊരു മടി തോന്നാറില്ല. പണ്ട് മുതലേ അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അത് എൻ്റെ ഒരു നേച്ചറാണ്. അപ്പം ആ കുട്ടീൻ്റെ കണ്ണ് കണ്ടപ്പോൾ, അപ്പം ഞാൻ പരിചയപ്പെട്ടപ്പം ഞാൻ പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ണ് കാണാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആണോ, താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞു. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു, അവർക്ക് കുഞ്ഞായി. ഈയിടെ നമ്മൾ ഗുരുവായൂർ കല്യാണത്തിന് പോയപ്പം ആ പെൺകുട്ടീനെയും സൗരജിനെയും അവരുടെ വാവേനെയും, നല്ല ക്യൂട്ട് വാവയാണേ, വാവയുടെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം കേട്ടോ, ഇപ്പോഴത്തെ സൈഡിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സൗരജ് പറഞ്ഞു, ചിറ്റനെ ഓർമ്മിക്കാതിരിക്കുമോ, അവൾ അന്നേ പറഞ്ഞിരുന്നു എൻ്റെ കണ്ണിനെ പറ്റി അവിടെ ഒരു ചേച്ചി വന്നത് പറഞ്ഞിരുന്നു കേട്ടോ, ആ ചേച്ചിയല്ലേ ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനൊരു കോംപ്ലിമെന്റ് കൊടുത്തത് ഞാൻ തികച്ചും ആ കുട്ടിക്ക് ഒരു സ്ട്രേഞ്ചറാണ് അല്ലേ? ഞാനും സ്ട്രേഞ്ചറാണ്, ആ കുട്ടി എനിക്കും സ്ട്രേഞ്ചറാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ ആ ഒരു കോംപ്ലിമെന്റ് ലൈഫിൽ അത് ആലോചിച്ച് വെക്കുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എന്നെ കണ്ടപ്പോൾ അന്ന് എൻ്റെ കണ്ണിനെ കുറിച്ചൊരു കോംപ്ലിമെന്റ് തന്ന ചേച്ചിയല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ആ കുട്ടിക്ക് എത്രത്തോളം ഹാപ്പിനെസ് അന്ന് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. നമ്മളൊരു സ്ട്രേഞ്ചറിനോട് നമ്മളൊരു കോംപ്ലിമെന്റ് പറഞ്ഞാൽ പോലും നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക വാല്യൂ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവും. അതാ ഈ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന കാര്യം സോഷ്യലി ആൻഡ് സൈക്കോളജിക്കലി നമുക്ക് വളരെയധികം ബെനിഫിറ്റ്സ് തരുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കോംപ്ലിമെന്റ് ചെയ്യാൻ ആരും മടിക്കണ്ട. അത് നമ്മൾ റിസീവ് ചെയ്യുന്നവർക്കും ഗിവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഒരു കോംപ്ലിമെന്റ് ഒരാൾക്ക് നൽകുക എന്നുള്ളത്. അപ്പോൾ അത് സിൻസിയർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നമ്മളുടെ ഒരു സെൽഫ് വർത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ സെൽഫ് ഇമേജിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ, എന്താ പറയുക, ഒരു സ്വയം ധാരണയില്ലേ, ആ ഒരു ധാരണയെ ശക്തിപ്പെടുത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു റെക്കഗ്നിഷനാണ് അല്ലേ? നമ്മൾ ചെയ്യുന്ന ഒരു ആക്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ ഒരാൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു നമ്മളുടെ ആക്ട് വളരെ ഭംഗിയോടെ ചെയ്യുവാനും അത് ക്രിയേറ്റീവായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷന് വഴിതെളിക്കുകയും ചെയ്യും അല്ലേ? പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ നമ്മളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ അതിനെ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ നമ്മളൊരു നല്ല മൂഡിലൊന്നും അല്ലാത്തൊരു സമയത്ത്, അതായത് ചിലപ്പോൾ ഒരു മേക്കപ്പിൻ്റെ കാര്യത്തിലാവാം, ചിലപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിലാവാം, ഒക്കെ നമ്മളിങ്ങനെ ഒരു ഇത് നല്ലതാണോ അത് നല്ലതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമുക്കൊരാൾ വന്നിട്ട് പറയാം, നീ ഇതിട്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നീ അങ്ങനെ ആ മേക്കപ്പ് ചെയ്യുമ്പം നല്ല രസമുണ്ട്, അല്ലെങ്കിൽ ആ ലിപ്സ്റ്റിക് അത്ര ഇല്ലാത്തതാണ് നിനക്ക് ഭംഗി എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്തിട്ട് നല്ലൊരു മൂഡിനെ ക്രിയേറ്റ് ചെയ്യാനും ഇമോഷണൽ വെൽബീയിങ്ങിനെ ഇംപ്രൂവ് ചെയ്യാനും നല്ലൊരു കോംപ്ലിമെന്റിന് സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ആ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആ പെൺകുട്ടിയോട് നമ്മളത് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലേ, നമ്മൾ കൊടുത്ത ആ ഒരു കോംപ്ലിമെന്റ് ശരിക്കും ഒരു റെക്കഗ്നിഷൻ ആണല്ലോ. അപ്പം നമ്മൾ കൊടുത്ത ആ ഒരു വാല്യൂ ആ ഒരു റിലേഷൻഷിപ്പിനെ വളരെയധികം ഫോസ്റ്റർ ചെയ്യാനും ആ ഒരു റിലേഷൻഷിപ്പ് ട്രസ്റ്റും വാംത്തും ആകാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കോംപ്ലിമെന്റ്. അപ്പോൾ ബ്രീഫ്ലി നമുക്ക് എന്ത് പറയാം, കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷനാണ് അല്ലേ? നമ്മുടെ സംസാരത്തിനും നമ്മളുടെ സംസാര വിഷയത്തിനും നമ്മളുടെ പ്രവൃത്തിക്കും മറ്റൊരാൾ വാല്യൂ തരുമ്പോൾ
നമ്മുടെ സംസാരവും നമ്മളുടെ സംസാര വിഷയവും നമ്മളുടെ പ്രവൃത്തിയും നോട്ടീസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ആ ഒരു പ്രവൃത്തി ചെയ്യുവാനുള്ള ഒരു പ്രചോദനം ആ ഒരു കോംപ്ലിമെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. വീണ്ടും വീണ്ടും നമ്മൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു കോംപ്ലിമെന്റിലൂടെ സാധിക്കും. സോ പ്ലീസ് ഗിവ് കോംപ്ലിമെന്റ്സ്. പക്ഷെ ഒന്നുണ്ട്, സിൻസിയർ കോംപ്ലിമെന്റ്സ് ആയിരിക്കും. ഓക്കെ, see you on next video. Till then, bye bye.